Watch India's largest kids library only on Jio Hotstar. Download the app now. ഇവിടുന്ന് പച്ചക്കറി മേടിച്ച് വീട്ടിലോട്ട് പോയില്ല, അപ്പോഴത്തേക്കും ചീഞ്ഞ് മണക്കാൻ തുടങ്ങി. നമ്മുടെ പണം തിരിച്ചു തന്നേക്ക്, വേഗം ആവട്ടെ. അതെ അതെ, ഞങ്ങളുടെ പണം തിരിച്ചു പണം തരാനാ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും കായ്കറികൾ മോശമായി എന്ന. നിങ്ങൾ എല്ലാരും വന്നോ? അതെ ശിവ, ഇന്നലെ എന്റെ അച്ഛൻ വന്ന് മേടിച്ച പച്ചക്കറി അമ്മ രാവിലെ എടുത്തെന്ന് കണ്ടിച്ചപ്പോഴുണ്ടല്ലോ, ഇത് ഭയങ്കര ചീത്ത മണാ വന്നേ. അതെ അതെ, ഭയങ്കര ചീത്ത മണമായിരുന്നു. ഇവിടുന്ന് മേടിച്ചപ്പോ ഫ്രഷ് ആയിരുന്നു, പാതി വഴി കഴിഞ്ഞത് മോശമായി. ഞാനെന്ത് പറയാനാണ്, ഞാൻ തന്നെ ഈ കാര്യം ഓർത്തുകൂടെ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. 1 മണിക്കൂർ കൊണ്ട് എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് ചീഞ്ഞത്? ഇയാളുടെ പച്ചക്കറികൾ മേടിക്കണ നേരം കൊണ്ട് ദേ നമ്മുടെ അടുത്ത് ഒരു സൂപ്പർ മാർക്കറ്റ് തുറന്നിട്ടുണ്ട്. അവിടെ നല്ല ഫ്രഷ് പച്ചക്കറികളാ വിൽക്കുന്നത്. നമ്മളെല്ലാവരും ചെയ്ത് അവിടുന്ന് മേടിച്ചാ പോരെ? അല്ല, നിങ്ങളെല്ലാരും ഒന്ന് നിന്നേ. നിങ്ങളെന്റെ പഴയ കസ്റ്റമർ അല്ലേ, നിങ്ങളെല്ലാവരോടൊന്ന് നിന്നേ. ഇങ്ങോട്ട് വാ. എന്തവിടെ നടക്കുന്നേ? എന്തിനാ ജനങ്ങളിവിടെ വഴക്കുണ്ടാക്കുന്നത്? എന്റെ ലഡു സിംഗ് സാറേ, എന്തെങ്കിലും ഒന്ന് ചെയ്യ്. ഞാൻ പച്ചക്കറി ഗോഡൌണിൽ നിന്നാണ് ഈ പച്ചക്കറികൾ മുഴുവനും എടുക്കണത്. ഇവിടെ നിന്ന് കൊണ്ടുപോകുമ്പോ 1 മണിക്കൂർ കഴിയുമ്പോ എല്ലാം ചീഞ്ഞു പോണെന്ന്. ഞാൻ എന്ത് ചെയ്യാനാണ് പറ? ഈ ചതി സാറ് എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. കഴിഞ്ഞ ഒരാഴ്ചയായി ഞാൻ അനുഭവിക്കുന്ന ബൊത്തപ്പാടാണിത്. നിങ്ങളിങ്ങനെ വെറുതെ വിഷമിക്കണ്ട. ഈ ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗിന്റെ പേര് വെറുതെ അല്ല ഫേമസ് ആയത്. ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ എവിടെയെങ്കിലും പച്ചക്കറി ചീത്തയായി കഴിഞ്ഞാൽ അവിടെ ഉള്ളവർ പറയും, പച്ചക്കറി ഇങ്ങനെ ചീത്തയാവല്ലേ, അല്ലെങ്കിൽ ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് വരുമെന്ന്. സാറേ, സാറിന്റെ ഈ വളിച്ച തമാശ നിർത്തിയിട്ട് എങ്ങനെയെങ്കിലും എന്നെ ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്താൻ നോക്ക്. ഇല്ലെങ്കിൽ ഞാൻ ഈ കച്ചവടമൊക്കെ നിർത്തിയിട്ട് എന്റെ നാട്ടിലേക്ക് പോകേണ്ട ഒരു ഗതികേടിൽ വരും. ലഡു സിംഗ് സാറേ വരൂ, കാര്യം എന്താന്ന് നമുക്ക് അന്വേഷിക്കാം. ഇവിടുന്നാണ് എല്ലാ പച്ചക്കറികളും വേദ സിറ്റിയിലേക്ക് ട്രക്കിൽ കൊണ്ടുപോകുന്നത്. പിന്നെ കടക്കാർ ഈ പച്ചക്കറി എടുത്തോണ്ട് മാർക്കറ്റിൽ കൊണ്ടുപോയത് വിൽക്കുകയും ചെയ്യും. അതാണ് പതിവ്. എല്ലാരും വേഗം വിളിക്കേ, ട്രക്ക് വരുന്നുണ്ട്. അത് വേദ സിറ്റിയിലേക്കാണല്ലോ പോകുന്നത്. വരൂ, നമുക്ക് പുറകെ പോവാം. ലഡു സിംഗ് സാറേ, നിങ്ങളിത് കണ്ടോ? ആ മരത്തിലുണ്ടായിരുന്ന ആള് ആ ലോറിയിലേക്ക് ചാടി ആ പച്ചക്കറിയിൽ മുഴുവനും സ്പ്രേ ചെയ്തു. വേഗം വരൂ, നമുക്ക് അയാളെ ചെന്ന് പിടിക്കാം. എന്താണ് കുട്ടികളെ എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത്? മര്യാദയ്ക്ക് വഴിവാനാ നോക്ക്. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ഇനി പറഞ്ഞേ, ആ പച്ചക്കറിയിൽ നിങ്ങൾ എന്താ സ്പ്രേ ചെയ്തേ? മതി മതി, എന്റെ കൈ ഒടിഞ്ഞു പോകും. പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിട്ട് പറഞ്ഞോ ഇവിടെ എന്താ സംഭവിക്കണെന്ന്. സാറേ, സാറെന്നെ വിട്ടേക്ക്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഈ സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ 1 മണിക്കൂറിനുള്ളിൽ പച്ചക്കറികൾ ചീഞ്ഞു പോകുമെന്നേ എനിക്ക് അറിയത്തുള്ളൂ. ഇതിൽ കൂടുതൽ വേറെ ഒരു കാര്യവും എനിക്ക് അറിയില്ല സാറേ. നോക്ക്, ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇൻസ്പെക്ടർ ആണ്. വേഗം പറഞ്ഞോ അവന്റെ പേരെന്താണ്, അവൻ എവിടെയാണ് ഉള്ളത്? ശരി സാർ, ശരി സാർ, എന്നെ ഒന്നും ചെയ്യില്ല, ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞോളാം. അയാളുടെ പേരെന്താണെന്ന് അറിയോ? ലഡ്ഡു സിംഗ് എന്നാണ്. എന്ത്? ലഡ്ഡു സിംഗോ?
ഒന്നുകൂടി പറഞ്ഞേ, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. സാറേ സത്യം അയാളുടെ പേര് ലഡ്ഡു സിംഗ് എന്നാണ്. നീ എന്ത് മണ്ടത്തറായി വിളിച്ച് പറയണേ? നീ ഒന്നും കൂടി സമാധാനിച്ച് ആലോചിച്ചൊന്ന് നോക്കിയേ, എന്നിട്ട് തെളിച്ച് പറ. അത് ലഡ്ഡു സിംഗ് ആവാൻ യാതൊരു സാധ്യതയില്ല, മനസ്സിലായോ? ലഡ്ഡു സിംഗ് സാറേ, സമാധാനമായി ഒന്ന് പെരുമാറാൻ നോക്ക്. ലഡ്ഡു സിംഗ് എന്ന് പേരുള്ള വേറെ ആരെങ്കിലും കാണുമായിരിക്കും. അങ്കിൾ, നിങ്ങൾ പറഞ്ഞ കാര്യം ശരിക്കും ഒന്ന് ആലോചിച്ച് പറയൂ. അയാളുടെ വേറെന്തെങ്കിലും കാര്യം വ്യത്യസ്തമായത്? എനിക്ക് ഓർമ്മ വന്നു. അയാൾ എപ്പോ നോക്കിയാലും ഒരേ ഒരു ഡയലോഗ് പറയും. ഇവിടുന്ന് 50 കിലോമീറ്റർ അകലെ ആരെങ്കിലും പച്ചക്കറി വിൽക്കുകയാണെങ്കിൽ പിന്നെ എനിക്ക് അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല അയാൾ പറഞ്ഞ എന്താണെന്ന്. ഇതിൽ കൂടുതൽ എനിക്ക് ഒന്നും അറിയില്ല സാറേ, ഒന്നും അറിയില്ല, സത്യം. സാറേ, അപ്പൊ സാറാണോ ഇതിന്റെ പിന്നിൽ? സാർ ഇത്രയും ക്രൂരനായ മനുഷ്യനാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ആ പാവപ്പെട്ട പച്ചക്കറി കച്ചവടക്കാരെ സാറിന് എന്ത് ദ്രോഹാണ് ചെയ്തിരിക്കുന്നത്? അവരുടെ കച്ചവടം എങ്ങനെ സാറ് നശിപ്പിച്ചേ? ഒന്ന് ഓർത്തോ, നിങ്ങൾ ആരെങ്കിലും നശിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനുള്ള തിരിച്ചടി അധികം താമസിക്കാതെ തന്നെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. എടോ, താൻ എന്തൊക്കെ വിഡ്ഢിത്തരങ്ങളാണ് ഈ എന്റെ മുമ്പിൽ ഇങ്ങനെ വിളിച്ചു പറയുന്നത്? പേടാറാം, താൻ എന്ത് പണിയായി കാണിച്ചത്? ഇപ്പൊ ഇൻസ്പെക്ടർ പേടാറാം നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു ലഡ്ഡു സിംഗ്. അകത്തേക്ക് കേറാ. പേടാറാം സർ, നിങ്ങളൊന്ന് സമാധാനിക്കില്ല. ലഡ്ഡു സിംഗ് സാറിന് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യം എന്താ? ശിവ, നീ പറയുന്നത് ശരിയാണ്, പക്ഷെ നിയമത്തിന് ആവശ്യം തെളിവാണല്ലോ. ഇവിടെയാണെങ്കിൽ ലഡ്ഡു സിംഗ് ചെയ്ത കുറ്റങ്ങൾക്ക് എല്ലാ തെളിവുകളും കിട്ടിയിട്ടുണ്ട്. ശരിക്കുള്ള സത്യം പുറത്തേക്ക് വരുന്നത് വരെ കുറ്റവാളി ലഡ്ഡു സിംഗ് ജയിലിനകത്ത് തന്നെ ഇരിക്കേണ്ടി വരും. എന്തിനാ അങ്ങനെ ലഡ്ഡു സിംഗ് എന്ന് വിളിക്കുന്നത്? സാർന്ന് പറ. സാർ, ലഡ്ഡു നല്ല ശ്രദ്ധിച്ച് കേട്ടോ. നീ ഇപ്പൊ ഒരു കുറ്റവാളിയാണ്. കുറ്റം ചെയ്തൊരു കുറ്റവാളിയോട് ഞാൻ ഇങ്ങനെ തന്നെയാണ് പെരുമാറാറുള്ളത്. സോറി ലഡ്ഡു സിംഗ് സാറേ, എനിക്ക് ഈ കാര്യത്തിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനേ പറ്റില്ല. എന്തായാലും ഞാൻ സത്യം തീർച്ചയായിട്ടും കണ്ടുപിടിക്കും. എനിക്കറിയാം നിങ്ങൾ ഈ കാര്യത്തിൽ നിരപരാധിയാണെന്ന്. ശിവ, പ്ലീസ് എന്തിനൊന്ന് വേഗം ചെയ്യേ. പച്ചക്കറി വിൽക്കുന്നവരുടെയൊക്കെ സങ്കടം കണ്ട പച്ചക്കറികളൊക്കെ ചീഞ്ഞു പോയിരിക്കുന്നു. ഇതൊന്നും എനിക്ക് കണ്ടിരിക്കാൻ പറ്റുന്നില്ലടാ. ഞാൻ ലോലഹൃദയനാണ്. നല്ല ആരോഗ്യത്തോടെ ജീവിക്കണമെങ്കിൽ ഫ്രഷായ പച്ചക്കറികൾ തന്നെ കഴിക്കണ്ടേ? എന്റെ ബോസേ, ഞങ്ങൾ എല്ലാവരും ഇവിടുത്തെ പച്ചക്കറി തന്നെയാണ് വാങ്ങിക്കുന്നത്. ദിവസം മാർക്കറ്റിലെ പച്ചക്കറി കടകളൊക്കെ അടച്ചു പൂട്ടുമ്പോ പിന്നെ നമ്മുടെ സ്റ്റോറിൽ നിന്നല്ലേ എല്ലാവരും വാങ്ങിക്കുള്ളൂ. ഇതിനല്ലേടാ ഞാൻ പ്ലാൻ ചെയ്തത്. അതുകൊണ്ടല്ലേ മറ്റുള്ളവരുടെ പച്ചക്കറികൾ വേണമെന്ന് വെച്ചേ ഞാൻ നശിപ്പിക്കുന്നത്. പിന്നെ ഈ വേദാനഗരത്തിൽ ഒരു പച്ചക്കറി കടക്കാരനെ ഉണ്ടാവും, ഫ്രഷ് പച്ചക്കറികൾ മാത്രം. ചന്ദ്രങ്ങേ, വീണ്ടും ആ റൂട്ടിൽ പരിശോധിക്കാനെന്നും പറഞ്ഞ് കുറെ പേര് വരും. അതുകൊണ്ട് ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ച് കേൾക്കണം, കേട്ടോ? ഓക്കെ സാറേ, ഓക്കെ. Come on, friends. ട്രക്ക് വേറെ വഴിക്കാണ് പോകാൻ പോകുന്നെന്ന് തോന്നുന്നു. ലഡ്ഡു സിംഗ് സർ ജയിലിലാണ്. നിങ്ങളെ ആരാ ഇങ്ങോട്ട് സ്പ്രേ ചെയ്യാൻ പറഞ്ഞയച്ചത്? കുട്ടി, മര്യാദയ്ക്ക് എന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകുന്ന നിനക്ക് നല്ലത്. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്.
വേണ്ട 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 മതി മതി മതി. നിനക്ക് നാണമില്ലേ ഒരു മുതിർന്നവനായിട്ട് ഇങ്ങനെ മനസാക്ഷിയില്ലാതെ തല്ലാൻ? മോശമായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങളാണ് നാണിക്കേണ്ടത്. പേടറാം സർ, ഇന്ന് പച്ചക്കറിയിൽ ഇയാൾ സ്പ്രേ ചെയ്തത് കണ്ടിട്ട് ഞങ്ങൾ പിടിച്ചോണ്ട് വന്നതാണ്. ലഡ്ഡു സിംഗ്, മര്യാദക്ക് ജോലി ചെയ്തോ? നീ ഇത് കണ്ടില്ലേ? നിന്റെ രണ്ടാമത്തെ കൂട്ടുകാരൻ ഇപ്പൊ കുടുങ്ങിയിരിക്കുന്നത്. ഐ, ഇതാരാണ്? എനിക്ക് ഇയാളൊന്നും അറിയില്ല. പേടറാം, താൻ എന്നെ വിശ്വസിക്കണം. ഇൻസ്പെക്ടർ സാറിനോട് എല്ലാം തുറന്നു പറയൂ. നിങ്ങളെ പച്ചക്കറിയിൽ സ്പ്രേ ചെയ്യാൻ ആരാണ് പറഞ്ഞത്? അല്ലെങ്കിൽ എന്റെ മാത്രമല്ല, പേടറാമിന്റെ തല്ലും കൂടി കൊള്ളേണ്ടി വരും. വേണ്ട വേണ്ട വേണ്ട, ഇനി എനിക്ക് തല്ലുകൊള്ളാനുള്ള ശക്തിയില്ല. എന്താന്ന് വെച്ചാ ഞാൻ പറയാം. എനിക്ക് പേടാറാം എന്നും പറഞ്ഞ ഒരാളാണ് ഫോൺ ചെയ്ത് പറഞ്ഞത് പച്ചക്കറിയിലൊക്കെ സ്പ്രേ ചെയ്ത ഇഷ്ടംപോലെ പണം തരാമെന്ന്. ഇല്ല ലഡ്ഡു സാർ, എന്നെ രക്ഷിക്കണം. എന്താ ഇതൊക്കെ എങ്ങനെ സംഭവിക്കും? ഇതൊക്കെ പച്ചക്കള്ളമാണ്, വിശ്വസിക്കരുത്. പേടറാം, ഇത് പച്ചക്കള്ളമാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞപ്പോ നിനക്ക് എന്നെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു അല്ലേ? ഇനി നീ ഇരിക്ക്, കുറച്ചു നേരം നന്നായിട്ട് അരച്ചരച്ച് ഗോതമ്പൊന്ന് പൊടിപ്പിക്ക്. മനഃപൂർവ്വം നിങ്ങൾ രണ്ടുപേരെ അകപ്പെടുത്താൻ ആരും ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും പുറത്തേക്ക് വരൂ, നമുക്ക് ഒരുമിച്ച് അയാളെ കണ്ടുപിടിക്കാം. സോറി സാർ, വെരി വെരി സോറി സാർ. കമോൺ പേടറാം, കഴിഞ്ഞതൊക്കെ നമുക്ക് മറന്നേക്കാം. ഇനി ലഡ്ഡു സിംഗും പേടറാമും ഒരുമിച്ച് ആ വെജിറ്റബിൾ മാഫിയനെ നമുക്ക് കണ്ടുപിടിച്ച് ഇടിച്ചിടിച്ച് ചമ്മന്തിയാക്കാം. ലഡ്ഡു സിംഗ് സർ, 2 പ്രാവശ്യം നമ്മൾ ട്രക്ക് ഫോളോ ചെയ്ത് 2 പേരെ പിടിക്കുകയും ചെയ്തു. പക്ഷേ എന്നാലും നമുക്ക് തെളിവ് കിട്ടിയില്ല. പക്ഷേ ഇത്തവണ നമ്മൾ അവരെ പിടിക്കാൻ പാടില്ല. പകരം സ്പ്രേ ചെയ്ത ആൾക്കാരെ നമ്മൾ ഫോളോ ചെയ്യണം, കേട്ടോ? ഓക്കെ ശിവ, ഓക്കെ. വരൂ, നമുക്ക് ഫോളോ ചെയ്യാം. ഓക്കേ, ഞാൻ ആദ്യം പോവാം. ഇൻഫോം ഞാൻ നിങ്ങൾക്ക് തരാം, എന്നിട്ട് നിങ്ങൾ വന്നാൽ മതി. ഓക്കേ ശിവ. രേവ, ലഡ്ഡു സിംഗ് സാറിനെ വിളിച്ചോണ്ട് ഹരബറ ഫ്രഷ് സ്റ്റോറിലേക്ക് വാ. ഈ പണി മുഴുവനും ഇയാളാണ് ഒപ്പിക്കുന്നത്. ഓക്കേ ശിവ.
മറ്റുള്ളവരുടെ വിഷമങ്ങള് എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല. വേഗം പറ, പണിയൊക്കെ തീർന്നോ? ഓക്കേ ബോസ്. ഇത്തവണ നിങ്ങളുടെ മുമ്പിൽ വല്ല കുട്ടിയോ അല്ല പോലീസോ അങ്ങനെ വല്ലവരും വന്ന് നിന്നായിരുന്നോ? ഒരു കുഴപ്പമില്ല സാറേ, ഞങ്ങള് ചെന്ന് ഞങ്ങളുടെ ജോലി തീർത്തിട്ട് അപ്പൊ തന്നെ അവിടെ നിന്ന് വന്നു സാറേ. ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി എത്രയും പെട്ടെന്ന് തന്നെ ഈ ചെറിയ ചെറിയ പച്ചക്കറി കടക്കാരൊക്കെ ഈ നഗരം വിട്ട് പോകുന്നേ. പിന്നെ ഈ എന്റെ ഹരാബറ ഫ്രഷ് സ്റ്റോർ മാത്രമേ ബാക്കിയുണ്ടാവൂ. പണം പണം പണം. അങ്ങനെ ചിരിക്കല്ലേ അങ്കിൾ. സ്റ്റോറ് നല്ല രീതിയിലുണ്ടെന്ന് ചിന്തിക്കണ്ട. പക്ഷെ ഇതൊക്കെ കാണാൻ നിങ്ങൾ ഇവിടെ ഉണ്ടാവില്ലല്ലോ, കാരണം നിങ്ങൾ ജയിലിലേക്ക് പോവാൻ പോവാണ്. കുട്ടി, എനിക്ക് മറ്റുള്ളവരുടെ സങ്കടങ്ങളൊന്നും ഇങ്ങനെ കണ്ടു നിൽക്കാൻ പറ്റില്ല. എന്ത് ചെയ്യാനാ? ഈ എല്ലാ രഹസ്യങ്ങളും മനസ്സിലാക്കി കളഞ്ഞില്ലേ? നിന്നെ എന്തെങ്കിലും ചെയ്തല്ലേ പറ്റൂ കുട്ടി. എന്നെ കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. പിടിക്കണടാ ഈ കുട്ടിയെ. പിടിച്ചോ. എന്നാ ഇതും കൂടി ഇരിക്കട്ടെ. മതിയാക്കൂ, മതിയാക്കൂ. ഇനിയൊന്നും തല്ലി പൊളിക്കല്ലേ, മതിയാക്കൂ. ഈ നിൽക്കുന്ന എന്റെ ഹരിബറി ഫ്രഷ് സ്റ്റോറി ചെറുക്കം വന്ന് നശിപ്പിച്ച് കളഞ്ഞല്ലോ. എല്ലാ സാധനവും വിൽക്കാനായിട്ട് നിങ്ങളൊരു നല്ല സ്റ്റോർ തന്നെയാ പണിതിരിക്കുന്നത്. എന്നിട്ട് എന്തിനാ നിങ്ങൾ ഇങ്ങനത്തെ കാട്ടായം കാണിച്ചേ? കൊച്ചു കൊച്ചു കച്ചവടക്കാരെ ചതിച്ചത് വലിയ തെറ്റ് തന്നെയാണ്. ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ലഡു സിംഗ് സാറേ, വേഗം ഇയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. അതെ ചേട്ടാ, നമുക്കിഞ്ഞ് ജയിലിനകത്ത് പോയി ഇരുന്നിട്ട് ഒന്ന് ചേട്ടായി പച്ചക്കറി വാങ്ങിച്ചോണോ? താങ്ക് യു ശിവ, താങ്ക് യു വെരി മച്ച്. 1-2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് മീറ്റ് ചെയ്യാം. എനിക്ക് ഒരുപാട് TV ചാനലിലും പിന്നെ പത്രങ്ങളിലും ഇന്റർവ്യൂ കൊടുക്കാനുണ്ടെന്നേ. എത്ര ബുദ്ധിമുട്ടിനാണ് എന്റെ ധൈര്യം ഉപയോഗിച്ച് ഞാൻ ഈ വെജിറ്റബിൾ മാഫിയനെ പിടിച്ചതെന്ന്. Watch India's largest kids library only on Jio Hotstar. Download the app now.